കർത്താവിന്റെ വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സഭാപ്രസംഗയുടെ പുസ്തകം 3-ാം അധ്യായം എന്റെ 7-ാമത്തെ വാക്ക്. കീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് ആമേൻ. മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം. പ്രൈസലോ. സഭാപ്രസംഗയുടെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ച കാണുന്നത്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തെങ്കിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് എന്ന് പറഞ്ഞ് തുടർന്ന 7 വാക്യങ്ങളിലൂടെ ഏകദേശം 28 കാലങ്ങളെ കുറിച്ച് സഭാപ്രസംഗം പറയുക. ഹല്ലേലൂയ. അതിൽ അതിപ്രധാനമായ ഒരു വാക്യമാണ് നാം വായിച്ച ഭാഗം. ഹല്ലേലൂയ. മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം. ഹല്ലേലൂയ. അപ്പം വാക്കു പെരുകിയാൽ ഹല്ലേലൂയ ലംഘനം ഇല്ലാതിരിക്കുകയില്ല എന്ന ശലോമൻ ഞാൻ പറയുന്ന ഒരു സദൃശവാക്യത്തിൽ കാണാൻ കഴിയും. സദൃശവാക്യം 10-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു വാക്ക് പിരികൽ ലംഘനം ഇല്ലാതിരിക്കുകയില്ല, അതരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാനെന്ന്. ഹല്ലേലൂയ. അപ്പൊ ശലോമോൻ ഇത് പറയുമ്പോൾ വായും വാക്കും നിയന്ത്രിക്കുവാൻ കഴിയണം. നമുക്ക് വായും വാക്കും നിയന്ത്രിക്കണം. നിഷ്കളങ്കനായിരിക്കുവാൻ കഴിയണം. മനുഷ്യനോട് സംസാരിക്കുന്ന വാക്കുകൾ വളരെ ചുരുക്കവും ക്രിസ്തുവിനോട് കൂടെ പ്രാർത്ഥനയിൽ സംസാരിക്കുന്ന വാക്കുകൾ അധികമായിരിക്കണം. മറ്റവരോട് സംസാരിക്കാൻ ചുരുക്കം മതി. എന്നാൽ ദൈവത്തോട് സംസാരിക്കുന്നതിനകത്ത് അളവ് കൂടെ അതെ നമ്മൾ സംസാരിക്കണം. അങ്ങനെ ദൈവത്തെ നമ്മെ ഓർപ്പിക്കുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവഴുത്ത് നമ്മൾ വായിക്കണം കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ ചില ഭവനത്തൊക്കെ ചെല്ലുമ്പം ചില മാതാപിതാക്കൾ മക്കളോട് എന്താ മിണ്ടാതിരിക്കണം, ഇനി മിണ്ടാതിരിക്കണി, ഇതിനോട് ഞാൻ സംസാരിക്കരുത് പറഞ്ഞിട്ടില്ല, സംസാരിക്കരുത്. അത് ചില മാതാപിതാക്കൾ മക്കൾ പറഞ്ഞില്ലേ, ഇപ്പം മിണ്ടാതിരുന്നാലുള്ള കുഴപ്പം എന്താ? ഇത് അങ്ങൊരു ഭയങ്കര ഒരു സംഭവമായിട്ട് മാറിയിരിക്കുക. ഇനി നമ്മൾ സഭയിൽ വന്നാലും ഈ കുട്ടികളും മുതിർന്നവരെല്ലാം ഇത് സംസാരം. ഇപ്പോഴത്തെ സഭയിലെ സംസാരമുണ്ട്. ആരാധനയൊന്നും അല്ല പ്രശ്നം. അവിടെ വന്നിത് സംസാരിക്കുക. അപ്പൊ പാസ്റ്റർ പറയും മിണ്ടാതിരിക്കാനല്ലേ നിങ്ങളോട് പറഞ്ഞു. പിന്നെ പാസ്റ്റർ കണ്ടുരുട്ടുന്നു, മുഖം കറുപ്പിക്കുന്നു, പല്ല് കടിക്കുന്നു, എന്നിട്ട് വല്ല ഒതുക്കുമ്പോഴുണ്ടോ. ഇനി പള്ളികളിൽ ചെന്നാലും ഇത് തന്നെയാണ്. പള്ളികളിൽ ചെന്നാലും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സ്തോത്രം. മുമ്പൊക്കെ പള്ളി പോകുന്ന സമയത്ത് അതിങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു കൂട്ടർ ഭർത്താവിനക്കാർ കാണും. ജോലി സ്ഥലത്ത് പോയാലും ഇത് തന്നെയാണ്. ഇനി ഏത് മേഖലയിൽ ചെന്നാലും മനുഷ്യൻ വായടച്ചിരിക്കുന്ന സ്വഭാവമേ ഇല്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെന്താണ്? മിണ്ടാതിരിക്കടി, ഇങ്ങനോടല്ലേ പറഞ്ഞ് മിണ്ടാതിരിക്കണം. പിന്നെയും അങ്ങ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കേട്ട് ഞാൻ ഭർത്താവ് ചെയ്യുന്ന ശരിക്കും അങ്ങോട്ട് കൊടുക്കും. അങ്ങനെയുള്ള കുടുംബത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. പ്രൈസലോ. വിശ്വാസികളുടെ ഭവനത്തിന് അങ്ങനെ പോയിട്ടുണ്ട്, എല്ലാത്തടത്തും പോയിട്ടുണ്ട്. ഒക്കെ എല്ലാവർക്കും നടക്കുന്ന സംഭവമാണ്. മിണ്ടാതിരിപ്പാനൊരു കാലം, സംസാരിപ്പാനൊരു കാലം. ഇത് വളരെ പരിജ്ഞാനത്തോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഹല്ലേലൂയ. നമ്മുടെ വാക്കുപരിക്കൽ ലംഘനം ഉണ്ടാവും. പ്രൈസലോ. ചില ആളുകൾ കാണത്തില്ലേ, ആരും സംസാരിക്കുക ചുമ്മാ ഇരുന്ന് പുറകെടുത്തോണ്ടിരിക്കും. ചില വീട്ടിൽ ചെന്ന ഈ അമ്മായിമ്മോനെ കണ്ടില്ലേ, മരുമക്കളെ കാണുമ്പോഴത്തേനും അങ്ങ് പുറകെടുക്കണം. ഈ മരുമക്കളും കണ്ടില്ലേ, അമ്മായിമ്മോരെ കാണുമെങ്കിൽ പുറകെടുക്കാൻ തുടങ്ങും. 60 വയസ്സ് കഴിഞ്ഞ പുറകെടുക്കം എന്ന് പറയുന്നത് ഈ അമ്മായിമ്മയും മരുമുള്ള വീട്ടിൽ 60 വയസ്സൊന്നും ആകണ്ട, അവിടെ പുറകെടുപ്പുണ്ട്. സഹോദരന്മാർ തമ്മിൽ വസ്തുസംബന്ധമായ വിഷയങ്ങൾ ഇടപെടുമ്പോൾ, അല്ലെ അപ്പന്റെ മുതലുകൾ ഭാഗം വെക്കുമ്പോൾ ഒക്കെ പിറവെടുപ്പാണ്. അയൽവാസികൾ തമ്മിൽ എന്നെ കേൾക്കുന്ന പ്രശ്നം, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആലോചന എന്താണ്? മിണ്ടാതിരിക്കുക, സംസാരിക്കുക. മിണ്ടാതിരിക്കേണ്ട സമയത്ത് മിണ്ടാതിരിക്കണം, സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കണം. അല്ലേ? വാക്ക് പെരുകി ലംഘനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദരത്തെ അടക്കി വെക്കണം. മറ്റുള്ള സംസാരിക്കുന്ന വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. ഒരു സ്ലേഖനം 4 ആളുണ്ട്.
അപ്പൊ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. ഇന്ന് പലർക്കും എന്താണ് സംസാരിക്കുക, ആരോടാണ് സംസാരിക്കുന്നത്, എന്താണ് ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രവാചന പുസ്തകം വായിക്കുമ്പോൾ പരിജ്ഞാനമില്ലായെങ്കിൽ എന്റെ ജനം നശിച്ചു പോകും. ചിലരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ നമ്മളെ ഇങ്ങോട്ട് പറയിപ്പിക്കില്ല, അവരങ്ങ് കാട് കയറിയാണ് സംസാരിക്കും. അങ്ങ് ചാറുപറാന്ന് സംസാരിക്കും. ചില ആൾക്കാരുണ്ട് അവനങ്ങ് ചാറുപറാന്ന് സംസാരിക്കും പാസ്റ്റേ, അവളങ്ങ് ചാറുപറാന്ന് സംസാരിക്കും. നിങ്ങളോടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്റെ അനുഭവത്തിലും കൂടെ ഞാൻ ഈ ദൈവത്തിനും പറയുന്നത്. പ്രൈസലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും ഈ മദ്യപിച്ച് വരുന്ന സഹോദരന്മാരുടെ വീട്ടിലെ സൗകര്യമാരെ കണ്ടില്ലേ, ചില സഹോദരന്മാർ കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ചാറുപറാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. കഞ്ചാവ് അടിച്ചിട്ടുള്ളവർക്കറിയാം. നീ അടിക്കാത്തവർ അടിക്കുകയും ചെയ്യരുത് കേട്ടോ. 5 തരം കാണിക്കുന്ന പറയുന്നത്. അവസാനം വട്ടനായിട്ട് വട്ടന്റെ തോമരെ കാണിക്കും. ഈ ഭ്രാന്ത് പിടിച്ചവരെപ്പോഴും ചെറുപറാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ചിലൊക്കെ അങ്ങ് സുബോധം കെട്ട് വീഴും. അല്ലേ, ഈ പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരും പറഞ്ഞ് മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാല സമയത്ത് ഞങ്ങൾ ലോഡിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഈ ചൊറിച്ചുമല്ല എന്ത് പറഞ്ഞ് ഞങ്ങൾ ചൊറിച്ചു തിരിച്ചു പറയും. അങ്ങനെയൊക്കെ പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് പൊട്ടച്ചൊല്ല് കളിവാക്കും ചീത്തത്തരം എന്നൊക്കെ വേദപുസ്തകം പറയുന്നുണ്ട്, എഫീസ് ലൈൻ 5 പക്ഷെ അന്നൊക്കെ അത് തിരിച്ചറിയും. ഇന്നൊക്കെ അത് മനസ്സിലാകുന്നുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. ദൈവം നമ്മോട് പറയുന്നത് നീ മിണ്ടാതിരിക്കണം. മിണ്ടാതിരുന്ന അല്ലേറിയ നാം ദൈവത്തോട് ചേർന്ന് നടക്കണം. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ തലയിടാവുള്ളൂ. ചിലർ ആവശ്യമുള്ള കാര്യത്തിനും ആവശ്യമില്ലാത്തതിനും കൂടെ തലയിടും. വഴിയെ പോയിട്ട് നായുടെ ചെവിയെ പിടിച്ചിട്ട് കടിമേടിച്ചെന്ന് പറഞ്ഞ പോലെ പല്ലു. ഒരു കുഴപ്പമില്ലാതെ റോഡിൽ നിന്ന് പട്ടിയാ, ആ നായുടെ ചെവിയെ പിടിച്ച് കടിമേടിച്ചിട്ട് എന്ന് പറഞ്ഞ പോലെ പലരും. മര്യാദയ്ക്ക് പോകുന്നവനോട് മര്യാദയ്ക്ക് അവനെ വിടാതെ അവന്റെ നേരെ ചെന്ന് സംസാരിച്ചുകൂടി അവന്റെ അടണം കൊടുക്കും, വീട്ടിൽ മടങ്ങിലേക്ക് വരും. അല്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കണ്ടിട്ടില്ലേ. ഈ വചനം നിങ്ങളത് ജീവിതത്തിൽ കൊണ്ടുവരണം. ഇത് വലിയ പ്രവചനം ആയിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങളിതൊരു ദൂതായിട്ട് ഏറ്റെടുക്കണം. നമ്മളത് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലേ, നമ്മളൊന്ന് മാനസാന്തരപ്പെടണം. 7 വചനങ്ങൾക്കകത്ത് സഭാപ്രസംഗ പുസ്തകം 3-ാമത്തെ 1 തൊട്ട് ഈ 1 തൊട്ട് 7 വരെ വാക്യങ്ങൾ, അത് 8 വരെയുള്ള വാക്യങ്ങൾ അവിടെ നിങ്ങൾ വായിക്കുമ്പോൾ അല്ലേലിയ ഈ 1 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് കാലങ്ങളെ കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകണം. നമ്മുടെ വായെ അടക്കിയാൽ, നമ്മുടെ കുടുംബത്തിനകത്തു അതിരത്തെ അടക്കിയാൽ ലംഘനം ഉണ്ടാകത്തില്ല. കുടുംബ സമാധാനമായിരിക്കണം. നിങ്ങൾ സംസാരിക്കുക, യേശുവിനെ കുറിച്ച് സംസാരിക്കുക, ദൈവത്തെക്കുറിച്ച് സംസാരിക്കുക, സൃഷ്ടമായ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുക. നിങ്ങളെ നടത്തിയ വിധങ്ങൾ, നിങ്ങളെ കൊണ്ടുവന്ന വിധങ്ങൾ, നിങ്ങൾ മുമ്പായിരുന്ന അവസ്ഥ, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥകൾ, അങ്ങനെ ദൈവത്തിന് മഹത്വമുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയണം. ഹല്ലേലൂയ. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദോട് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്താൻ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവന്റെ രോഗങ്ങളിലേക്ക് സൗഖ്യമാകുന്ന അകൃതങ്ങളിലേക്ക് മോചിച്ചിരിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കൊണ്ട് നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. സങ്കീർത്തനക്കാരനും പറയാനുള്ളതൊക്കെയാണ്. 103 വായിച്ചില്ലേ സങ്കീർത്തനം 103? ആ പുള്ളിക്ക് സംസാരിക്കാൻ അതൊക്കെ ഉള്ളൂ. നമുക്ക് ദൈവത്തോട് നന്ദി പറയണം. ഈ പ്രഭാതത്തിലും എന്നെയും നിങ്ങളെ നിർത്തിയിരിക്കുന്ന സർവശക്തനായ ദൈവമാണ്. നമ്മുടെ സ്വന്തം കഴിവോ ആരോഗ്യമോ, നമ്മുടെ പ്രൗഢിയോ, പണം കൊണ്ടോ, നമ്മുടെ ആരോഗ്യം കൊണ്ടോ, വിദ്യാഭ്യാസം കൊണ്ടോ, നമ്മുടെ തൻ്റെ ഇടം കൊണ്ടോ, നമ്മുടെ അല്ലെങ്കിൽ കരുത്ത് കൊണ്ടോ ഒന്നും അല്ല നമ്മൾ എഴുതിട്ട് വന്നത്. നമ്മളിനി ഈ സ്തോത്രം ഈ കരാട്ടയൊക്കെ പഠിച്ച് ബ്ലാക്ക് ബെൽറ്റ് അല്ലേ അതെടുത്തത് കൊണ്ടോ, നമ്മൾ ജിമ്മിൽ പോയി കുറെ ശരീരം അങ്ങ് വലുതാക്കി എടുത്തോണ്ട് കുറെ മസിപ്പുകൾ ഉണ്ടാക്കിയതുകൊണ്ട് ഒന്നും അല്ല നമ്മൾ എഴുന്നേറ്റത് കേട്ടോ. നമ്മൾ ഈ ഭൂമി കിട്ടുന്ന വലിയ അങ്ങ് വില കൂടിയ ആ തടി ഉണ്ടാകാനുള്ള വിറ്റാമിൻ സാധനങ്ങൾ വാങ്ങിയുണ്ടോ, ഒന്നുമല്ല നിൽക്കുന്നത്. നമ്മൾ ഈ വെയിറ്റ് കൂടി നമുക്ക് നല്ല വെയിറ്റുകളുണ്ടോ ഹൈറ്റുകളുണ്ടോ അല്ല നമ്മൾ നിൽക്കുന്നത്. ദൈവം നമ്മെ നിർത്തിയതാണ്. അല്ലേ, ചിലർക്ക് ജീവിതം അവരുടെ സ്വന്തം പേരത്തിൽ നിൽക്കുകയാണ്. അല്ലേ ഏരിയ ഈ പണമുള്ളവരുന്ന പണത്തിന് മീതെ പരിധി വർക്കരുതെന്ന് പറഞ്ഞാൽ എനിക്ക് പണമുണ്ട്, ഞാൻ എങ്ങനെ ജീവിക്കും, ഞാൻ എങ്ങനെ നടക്കും, ഞാൻ എന്ത് സംസാരിക്കും, എനിക്ക് ഇഷ്ടമുള്ള പ്രവർത്തിക്കും. എന്നോട് ആരെ ചോദിക്കാൻ, എന്നോട് ആരെ പറയാൻ, നീ ആരാടാ, നീ ആരടി, അല്ലേ ഏരിയ അങ്ങനെയല്ലേ. സ്തോത്രം, പ്രൈസലോ. അയൽവക്കത്തെ സൗകര്യമായിട്ട് അടുത്ത വീട് സൗകര്യമാർ തമ്മിൽ അയൽവക്കത്തെ സൗകര്യമാർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? സഹോദരന്മാർ തമ്മിൽ പ്രശ്നം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ കൂടെ വന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും മൊബൈലാണ് ഈ ഫോട്ടോ പിടുത്തം കൂടെ തുടങ്ങിയപ്പോൾ, ഈ വീഡിയോ പിടുത്തം കൂടെ തുടങ്ങിയപ്പോൾ അങ്ങ് പ്രശ്നങ്ങളായി.
അല്ലേരിയ. കാളച്ചന്തയിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? ഞാൻ കാളച്ചന്തയിൽ പോയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് തവണ. എവിടെ വെച്ചാൽ മുണ്ടക്കയും കാളച്ചന്ത, പുത്തൻചന്തയിലൊക്കെ ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. അല്ലേരിയ, വർഷങ്ങൾക്ക് മുമ്പാ കേട്ടോ. അവിടെ ചെന്ന പലവിധമായി കന്നുകാലികൾ ചവിട്ടുന്നതുണ്ട്, തൊഴിക്കുന്നതുണ്ട്, കുത്തുന്നതുണ്ട്, ഓടുന്നതുണ്ട്, കടിക്കുന്നതുണ്ട്. വേരുമാടെന്നൊക്കെ പറഞ്ഞ സാധനം കടിക്കും. വെട്ടുന്ന പോത്തുകളുണ്ട്. അങ്ങനെ വിവിധ സ്വഭാവത്തിലുള്ള അല്ലേരിയ മൃഗങ്ങളുണ്ട്. അതവിടെ മുള്ളിയും ആമ ചാണകമിട്ടും അങ്ങ് നാശമാക്കി അങ്ങ് വല്ലാത്തൊരു കാളച്ചന്ത. ചാണകമായതുകൊണ്ട് നമ്മളെ കീറിയൊക്കെ നടക്കും. അല്ലേരിയ, ഇതൊരു കാളച്ചന്തയിലെ കാര്യമാണ്. ഈ മനുഷ്യന്റെ ജീവിതമൊക്കെ അങ്ങനെ. അതുകൊണ്ടാണ് 49 സംഖ്യ 20 വാക്യം പറഞ്ഞത്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യം. ശരിയല്ലേ? സംഗീതം 49:20 നിങ്ങൾ വായിക്കും. മാനത്തോട് ഇരുന്നതാണ് സഹോദരൻ, നീ മാനത്തോട് ഇരുന്നതാ സൗകര്യം. നീ എന്റെ മാതാവിൻ പിതാവിൻ നിങ്ങളൊക്കെ മാനത്തോടില്ല, കുഞ്ഞുങ്ങളെ നിങ്ങൾ മാനത്തോട് ഇരുന്നതാ. പക്ഷെ വിവേകശൂന്യത വന്നു കഴിഞ്ഞപ്പോൾ, നിന്റെ വിവേകം നഷ്ടപ്പെട്ടവൻ, പരിജ്ഞാനം നഷ്ടപ്പെട്ടവൻ, ദൈവകൃപ നഷ്ടപ്പെട്ടവൻ, ദൈവ സാമീപ്യം നഷ്ടപ്പെട്ടപ്പോൾ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമായി. പിന്നെ കാളച്ചന്ത പോലായി നമ്മുടെ വീടും പരിസരവും, നമ്മുടെ അയൽവാസികളും, നമ്മൾ സഭയല്ല ഇന്ന്. അങ്ങനെയല്ലേ? ഹല്ലേലൂയ. ജീവിതത്തിൽ നിങ്ങൾ പഠിക്കണം, ഞാനും പഠിക്കണം, നമ്മളെല്ലാം പഠിക്കണം. ഹല്ലേലൂയ. നമ്മൾ നമ്മളെ തന്നെ ക്രമീകരിക്കണം, നമ്മളെ തന്നെ ക്രമീകരിച്ച് കൊണ്ടുവരണം. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ മുമ്പിൽ, ഞാൻ ഈ പ്രസംഗത്തിന് വീട് ഞങ്ങളുടെ വന്നിട്ട് 19 വർഷമായി, ഏപ്രിൽ 20 വർഷമായി. ഞങ്ങളുടെ മുമ്പിൽ ഒരു സഹോദരിയുണ്ട്, കുറെ പ്രായമുള്ളതാണ്. അങ്ങ് ചറുപറാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആര് പോയാലും ചീത്ത വിളിക്കും. പ്രായത്തിൽ നോക്കി പിന്നെ ആരും മിണ്ടാതിരിക്കുക. ആര് പോയാലും ചീത്ത വിളിക്കും. ഇത്രമാത്രം ചീത്ത പറയാൻ വേണ്ടി PhD എടുത്തവരവര്. ലേലിയ, സ്തോത്രം. അങ്ങനെയൊക്കെയാ ചില ആളുകൾ. എന്നെ കേൾക്കുന്നപ്പോൾ നമ്മുടെ വാക്കുകളെ അടക്കുന്നെങ്കിൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നീ മനുഷ്യരോട് സംസാരിക്കുന്നത് ചുരുക്കമായിരുന്നിട്ട്, അല്ലെങ്കിൽ നീ ദൈവത്തോട് സംസാരിക്കണം. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ കാലം ഈ ഫോൺ വന്നപ്പോൾ എല്ലാവരും കയ്യിൽ ഈ പാള പോലത്തെ അല്ലെങ്കിൽ മൊബൈലുണ്ടല്ലോ, ഈ ആൻഡ്രോയിഡ് സെറ്റിൽ വലുതല്ലേ. എല്ലാവരും എൻ്റെ ഫോൺ ഏറ്റവും വലുതായിരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ കാലത്ത് ഈ ഫോണൊക്കെ ഈ സഹോദരിമാരുടെ കൈ കിട്ടിക്കഴിഞ്ഞ്, കുട്ടികളുടെ കൈ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് അത് 4 പേരെയൊന്ന് കാണിക്കാൻ വേണ്ടി, ഈ ഫോൺ 4 പേരെയൊന്ന് കാണിക്കാൻ വേണ്ടി എപ്പോഴും ചെവി വെച്ചുകൊണ്ട് നടക്കും. റോഡിൽ പോയാലും ബസ്സിൽ പോയാലും റോഡ് കുറുകെ കിടന്നാലും അവർക്ക് അമ്മയല്ല പ്രശ്നമില്ല. അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. റോഡിൽ ഇങ്ങനെ 4 പേര് ഒന്നിച്ചേ നടക്കുകയുള്ളൂ. ബസ്സിന് റോഡ് കുറുകെ കിടക്കുമ്പോൾ അവിടുന്ന് വരെ വേണം വണ്ടിക്കാരെ നിർത്തിക്കോണം. ചുമ്മാ ചാറ് പറഞ്ഞ് സംസാരിക്കുക. എന്താ ബസ് സ്റ്റോപ്പിൽ ചെന്നാല്, വെയിറ്റ് ഷെഡിൽ ചെന്നാല്, പിന്നെ അല്ലെങ്കിൽ സ്തോത്രം നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാല്, അടഞ്ഞു കിടക്കുന്ന കടയുടെ തിണ്ണയെ നോക്കിയാലും കടയുടെ മൂലെ നോക്കിയാലും ഒക്കെ ഇത് തന്നെയാ. ഞാൻ കഴിഞ്ഞ ദിവസം ബാങ്കിലൊന്ന് പോയി, ബാങ്കിന്റെ സൈഡിൽ കൂടെ. അല്ലെങ്കിൽ അപ്പം ബാങ്കിന്റെ സൈഡിൽ ആർക്കും കയറാൻ പറ്റാത്ത ഒരു ചെറിയ ഇടുങ്ങിയ സ്ഥലമാണ്. എനിക്ക് വന്ന ബാങ്ക് ആരെങ്കിലും മൂത്രമൊഴിക്കാൻ പോകുന്ന സ്ഥലമാണ് പോകുന്നത്. അവിടെ ഒരു സഹോദരൻ സംസാരിക്കുക. എന്തായാലും ഞാൻ അവിടെ എനിക്ക് പരിചയമുള്ള സഹോദരനെ കണ്ടു. ആ സഹോദരൻ എന്നോട് പറഞ്ഞു, എന്നിട്ട് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ 5 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സഹോദരി ചെറുപറാന്ന് സംസാരിക്കുക. ഞങ്ങളെ കണ്ടിട്ട് പോലും മൈൻഡ് ചെയ്യുന്നില്ല. ഇതൊക്കെയാ കാലം. നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ സമയമില്ല, ദൈവത്തോട് ചേർന്നിരിക്കാൻ സമയമില്ല, ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ പങ്കുവെക്കാൻ സമയമില്ല, ദൈവത്തോട് ഇടപഴകാൻ സമയമില്ല, ദൈവശബ്ദം കേൾക്കാൻ സമയമില്ല. നമ്മൾ ഈ ചാറപാറാന്ന് പറഞ്ഞു സാത്താന് മഹത്വം കൊടുക്കുക. അതോടുകൂടി നിന്റെ കുടുംബം നശിക്കുക, നിന്റെ ജീവിതം തകരുക. സമാധാനമുണ്ടോ നിനക്ക്? സ്വസ്ഥതയുണ്ടോ നിന്റെ വീട്ടിൽ? ഹല്ലേലൂയ. ജീവിതം എന്നെ കേൾക്കുന്ന പ്രശ്നയ്ക്ക് നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യണം. ഹല്ലേലൂയ. ഈ മൗനം എന്നത് അക്ഷരാർത്ഥത്തിൽ പൂജ്യത്തിന് സമാനമാണെന്ന് ഞാൻ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടേ. ശക്തനായിരിക്കുന്ന ദേവദാസന്റെ പുസ്തകം കേട്ടോ. അദ്ദേഹം പൂജ്യത്തെ കുറിച്ച്, പൂജ്യം അക്ഷരാർത്ഥത്തിൽ പൂജ്യം, ഈ മൗനം എന്ന് പറയുന്നത് പൂജ്യത്തിന് വേണ്ടിയാണ്. ഈ പൂജ്യത്തിന് യാതൊരു വിലയില്ലല്ലോ. അല്ലല്ലോ, എന്താ പറയുക? മൗനം അതുപോലെ നമ്മളായിരിക്കണം. സാധാരണ രീതിയിൽ പൂജ്യത്തിന് യാതൊരു വിലയുമില്ല. എത്ര പൂജ്യങ്ങൾ ചേർത്തെഴുതിയാലും അതിന്റെ വില പൂജ്യം തന്നെയാണ്. നിങ്ങൾ പൂജ്യം ഒരു 1000 എണ്ണം ഇട്ട് വെച്ചാലും അതിന് പൂജ്യം തന്നെയാണ് വില. അല്ലേ? എന്നാൽ അതിന്റെ കൂടെ ഒരു സംഖ്യ ചേർത്താൽ, അല്ലെ പൂജ്യം എഴുതന്റെ ഇടത്ത ഭാഗത്ത്, അല്ലേ, നമ്മൾ അടുത്തോട്ടാണ് എഴുതി പോകുന്നത്. അപ്പൊ അതിനടുത്തൊരു 1 ചേർത്താൽ, എഴുതിയാൽ
അതിന്റെ വില വർദ്ധിക്കും, അതിന്റെ വില മതിപ്പ്, അതിന്റെ വില നമുക്ക് മതിപ്പ് വിലയായിട്ട് പോലും കണക്കുകൂട്ടാൻ കഴിയാത്ത വിധത്തിൽ അത്ര വില മതിപ്പുള്ളതായി മാറും. ഹല്ലേലൂയ. അതുപോലെ ക്രിസ്തുവിനോട് കൂടെ ചേരുന്നത് എപ്പോഴും നിങ്ങൾ വിലയുള്ളവനായി മാറും. നിങ്ങൾ പൂജ്യമാണ്. നിങ്ങൾ മൗനം എന്ന് പറയാൻ പൂജ്യത്തിന് സമാനമാണ്. നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ചേരുന്നോ, ഹല്ലേലൂയ, അപ്പോൾ നിങ്ങൾ വിലയുള്ളവനായിത്തീരും. ഹല്ലേലൂയ. ചുമ്മാ ചറുപറ പറഞ്ഞിട്ടുണ്ട് കാര്യം. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ യഹോവേ ദൈവം, നീ എനിക്ക് വിലയേറിയനും മാന്യനുമാണ്. അല്ലെ, നീ എനിക്ക് വിലയേറി മാന്യം. 1 തീമോഥെയോസ് 6 പറഞ്ഞു, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളൂവേ, അത് വിട്ടുകൂടി. അപ്പൊ നമ്മൾ ദൈവത്തിന് മനുഷ്യൻ. അപ്പൊ നമ്മൾ ക്രിസ്തുവിനോട് ചേരുമ്പോൾ നമ്മൾ വിലയുള്ളവനായി മാറും. ക്രിസ്തുവിനോട് ചേരുമ്പോൾ നമ്മളെ വില മതിപ്പാൻ കഴിയാത്ത നിലയിൽ നമ്മൾ വിലയുള്ളവനായി, മാന്യനായി മാറും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മനുഷ്യനായി മാറും. ഇന്നത്തെ കാലഘട്ടത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പോലും അങ്ങ് ചർമ്മം സംസാരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അങ്ങനെയൊന്നും ആരുത് കേട്ടോ. നമ്മുടെ ഈ സംസാരം തന്നെ നമ്മുടെ അനുഗ്രഹങ്ങൾ പലതും കുറയ്ക്കും. നിനക്ക് നന്മ തരാൻ ആഗ്രഹിക്കുന്നവർ പോലും ആ കൈ വരിക്കുന്നതിന്റെ കാരണം എന്താ? നിന്റെ വാക്കിന്റെ കുഴപ്പമാണ്. പറയുന്ന വാക്കും എറിയുന്ന കല്ലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് അമ്മ പഴമക്കാർ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു പോയ വാക്ക് നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. പറഞ്ഞു പോയ വാക്ക് മറ്റൊരാളുടെ ഹൃദയത്തിൽ ചങ്കനിച്ച അമലിയ അമ്പ് ചെയ്ത് വിട്ട് അമ്പ് ചെയ്ത് കൊള്ളുന്നത് പോലെ, ചാട്ടുളി പോലെ അവരുടെ ഹൃദയത്തെ കുത്തുക. നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ, നിന്റെ ഒരു വാക്കായിരിക്കും ചിലപ്പോൾ ഒരു മനുഷ്യൻ ആത്മഹത്യയിലേക്ക് പോകുന്നത്. അങ്ങനെ പല സംഭവങ്ങളുണ്ട്. പലരുടെയും വാക്കുകൾ പെരുകിക്കഴിഞ്ഞപ്പോൾ അക്രമം വർദ്ധിപ്പിക്കാമെങ്കിൽ സമാധാനമില്ലാതെ പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. വാക്കു പെരുകിയതുകൊണ്ട് എന്തെല്ലാം കലഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയക്കാരെ കണ്ടിട്ടില്ലേ? അവർ രാഷ്ട്രീയക്കാരെന്നില്ല, എല്ലാ രാഷ്ട്രീയക്കാരും അവരിങ്ങനെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും അർത്ഥശൂന്യമായ വിലയില്ലാത്ത വാക്കുകളാണ് പറയുന്നത്. വെറും ചീത്തത്തരങ്ങളും പൊട്ടത്തരങ്ങളും കളിവാക്കുകളും അപമാനങ്ങളും അപകാശകരമായതും പരിഹാസങ്ങൾ കൊണ്ട് നിറയപ്പെട്ട് ദിനംതോറും സംസാരിക്കുന്നവർ ഈ രാഷ്ട്രീയക്കാര്. ഞാൻ പണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി രാഷ്ട്രീയക്കാർ വാരി പിടിച്ചങ്ങോട്ട് വന്നാലും എന്നെ സംബന്ധിച്ച് പ്രശ്നമില്ല. നിങ്ങളുടെ രീതി നിങ്ങൾ മനസ്സിലാക്കണം. നീ മാനസാന്തരപ്പെടണം. നീ മാനസാന്തരം മടങ്ങുക. നീ ഇവിടെ കിടന്ന് രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് നീ കസേരയ്ക്ക് വേണ്ടി കിടന്ന് ചെറുപട സംസാരിച്ച നീ നിത്യതയിൽ എത്തത്തില്ല. നിന്റെ അവസാനം നരകത്തിലാണ്. അവിടെ ചെന്നാൽ ഇങ്ങനെ ജനം അങ്ങനെ സംശയിക്കൊണ്ടിരിക്കുക എപ്പോഴും ഉറപ്പാണ്. കാരണം കിടാത്ത തീ ചാകാത്ത പുഴു ഉള്ള ആ നരക യാതനയിൽ കിടന്ന് മനുഷ്യനെ ഇങ്ങനെ സ്വസ്ഥതയില്ലാതെ നിലവിളിക്കുക. നിന്റെ ജീവിതം അവിടെ ചെന്ന് ചേരരുത്. ഇതിനെയൊക്കെ മുമ്പ് കൂട്ടി കണ്ടുകൊണ്ടാണ് ശലോമോൻ എന്ന് പറയുന്ന ജ്ഞാനി സഭാപ്രസംഗിയുടെ 3-ാം അധ്യായം 1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പരിജ്ഞാനത്തിന് വേണ്ടി എഴുതി തന്നതാണ്. ഹല്ലേലൂയ. ഇത് യഹോവയെ ദൈവം ശലോമോൻ കൂടെ നമ്മളോട് സംസാരിച്ചതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. സഹോദരൻ, നമ്മൾ ഈ മാനസാന്തരം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. ഹല്ലേലൂയ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ വില വെറും പൂജ്യമായി മാറരുത്. നമ്മുടെ വില ക്രിസ്തുവിനോട് ചേർന്ന നമ്മൾ വിലയേറിയൊരു മാന്യനുമായി മാറണം. ഹല്ലേലൂയ. അപ്പോൾ മൗനം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ പൂജ്യത്തിന് സമാനമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ മൗനം എന്നൊരു ഭാഷയാണ്. മൗനം എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്. ചിലരോട് എന്തു പറഞ്ഞാലും വേണ്ടത്തില്ല. ചിലരോട് നമ്മൾ എന്ത് പറഞ്ഞാലും വേണ്ടത്തില്ല. അല്ലെ, വായി കോലിട്ട് കുത്തിയാൽ പോലും ചിലരും അനങ്ങത്തില്ല, മിണ്ടാതിരിക്കും. അതൊരു ഭാഷയാണ്. മൗനം ഒരു ഭാഷയാണ്. അല്ലേ, ഒരു പ്രാസംഗികൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പ്രസംഗത്തെ നിർത്തി മൗനമായി നിൽക്കുന്നു. എന്നാൽ എല്ലാവരും ഇനിമേൽ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വളരെ ശ്രദ്ധയോടെ കാത് കൂർപ്പിച്ചിരിക്കും. പ്രസംഗം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രസംഗിച്ചാൽ പെട്ടെന്ന് അങ്ങ് നിർത്തി. പിന്നെ ജനമെല്ലാം പെട്ടെന്ന് മൗനമായിരിക്കും. ഹല്ലേലൂയ. മൗനമായിരിക്കുമ്പോൾ ജനമെല്ലാം ഇനി എന്താണ് ഈ പ്രസംഗം പറയാൻ പോകുന്നത്, അടുത്ത പദം എന്തായിരിക്കും, അത് വാക്കുകൾ എന്തായിരിക്കും, ഹല്ലേലൂയ എന്ന് ചിന്തിക്കും. ആ മൗനം ഒരു ഭാഷയാണ്. ഹല്ലേലൂയ. ചിലർ പ്രസംഗിക്കുമ്പം പലപ്പോഴും സ്തോത്രം പറയും, ഹല്ലേലൂയ പറയും, ഫ്രൈസലോട് പറയും, ഗ്ലോറി പറയും, ചില അന്യഭാഷ പറയും. ചില പ്രാർത്ഥിക്കുന്ന ദൈവമേ കർത്താവേ എന്ന് വിളിക്കും. അതിനെക്കുറിച്ച് ഞാനൊരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പം എന്നോട് ആ വീട്ടിലെ തലമൂത്ത ബന്ധക്കോസുകാരെ അവർ പറയാം, ഈ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും കർത്താവേ കർത്താവേ എന്ന് പറയരുതെന്ന്. പിന്നെ എന്താ സാത്താനെ പറയണം. പഴമക്കാരാ, ബന്ധക്കോസുകാരൊക്കെയാ.
പ്രാർത്ഥിച്ച കൂട്ടത്തിൽ കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ഈ കുടുംബത്തെ അനുഗ്രഹിക്കണേ, കർത്താവെ കർത്താവെ പറയാൻ പാടില്ല. അത് നമുക്ക് വാക്കുകൾ കിട്ടാത്തതുകൊണ്ടാണ് കർത്താവെ കർത്താവെ എന്ന് പറയുന്നത്. അത് ദൈവത്തിന്റെ നാണക്കേടാണ്. പിന്നെ നമ്മൾ സാത്താനെയാണോ വിളിക്കേണ്ടത്? സാത്താനെ അനുഗ്രഹിക്കണമേ, സാത്താനെ സഹായം, അങ്ങനെയല്ലോ പറയേണ്ടത്. ദൈവമക്കൾ കർത്താനെ വിളിക്കണം. പിന്നെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ പെട്ടെന്ന് അല്ലേലൂയ സ്വോത്രമൊക്കെ പറയും, പ്രൈസലുള്ള അന്യഭാഷ പറയാം. അപ്പം അവർ പറയാ അത് വാക്ക് കിട്ടാഞ്ഞിട്ടാണ്, അത് പറയുന്ന വാക്ക് കിട്ടാഞ്ഞിട്ടാണ്, അഭിഷേകമില്ലാതെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മൂഢന്മാരൊക്കെ ഉണ്ട് ഇന്ന് ഈ കാലഘട്ടം. അല്ലേലൂയ സ്തോത്രം. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. സ്തോത്രം. പ്രൈസലുള്ള എന്നെ കേൾക്കുന്ന പ്രശ്നം ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ അതിനകത്തൊരു ഫുൾസ്റ്റോപ്പ് ഒരു മൗനത്തിന്റെ ഭാഷയാണ്. ദൈവാത്മാവ് നിയന്ത്രിക്കും. അല്ലേലൂയ. അതിന് നിങ്ങൾ വിമർശിക്കാൻ നിൽക്കരുത്. അങ്ങനെ വിമർശിച്ചുള്ള ഒരു കുടുംബം പോലും രക്ഷപ്പെട്ടിട്ടില്ല കേട്ടോ. പ്രൈസലോട്. അല്ലേലൂയ. അപ്പൊ മൗനം ഒരു ഭാഷയാണ്. അല്ലേലൂയ. അപ്പോൾ നമ്മെ മൗനം ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. മൗനം ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കും. അല്ലേലൂയ. മഹാത്മാഗാന്ധി കൈത്തറി ഉപയോഗിച്ച് നൂൽ നൂൽക്കുവാൻ അല്ലെങ്കിൽ ഭൂരിഭാഗ സമയവും മൗനമായി ജോലി ചെയ്ത് മൗനവും സത്യാഗ്രഹവും ശാന്ത സ്വഭാവവും മഹാശക്തമായ അവയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. മഹാത്മാഗാന്ധിയുടെ ജീവിതം എന്തായിരുന്നു? അല്ലെങ്കിൽ വളരെ ശാന്തമായത്. കൈത്തറി ഉപയോഗിച്ച് നൂൽക്കുവാൻ ഭൂരിഭാഗ സമയം മൗനമായി ജോലി ചെയ്തും തന്റെ മൗനവും സത്യാഗ്രഹവും ശാന്ത സ്വഭാവവും മഹാശക്തമായവയാണെന്ന് അദ്ദേഹത്തെ ജനങ്ങളോട് അറിയിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണല്ലോ അദ്ദേഹം. വളരെ മൗനമായിട്ട് പല കാര്യങ്ങളും. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അല്ലേലൂയ. ഭാരത രാജ്യത്തെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് വിടിവിക്കുവാൻ വലിയൊരു യുദ്ധത്തിലൂടെ രക്തച്ചൊരിച്ചിലൂടെ മാത്രമേ കഴിയുള്ളൂ എന്ന് അല്ലെ പറഞ്ഞു തരാ സ്വാമി വിവേകാനന്ദനാണ് തോന്നല്ലേ. അല്ലേലൂയ. അപ്പം മഹാത്മാഗാന്ധി എന്താണ് പറഞ്ഞത്? മഹാത്മാഗാന്ധി പറഞ്ഞു, അല്ല, നമുക്കിത് അല്ലെങ്കിൽ അഹിംസയോ അല്ലെങ്കിൽ ശാന്ത സ്വഭാവത്തിലുള്ള നമ്മുടെ രാജ്യത്തെ നേടിയെടുക്കാൻ കഴിയും. അല്ലേലൂയ. അപ്പം മൗനം ഒരു ഭാഷയും കൂടാണ്. അല്ലേ? ചില ഭവനത്തെ നീ മൗനമൊന്നും ആയിരുന്നതിന്റെ കുടുംബത്തിന് തന്നെ കലകം മാറിപ്പോകും. ഭാര്യയും ഭർത്താവൊന്ന് മൗനമായി ഇരുന്നാട്ട് കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുടുംബത്തിന്റെ ശാപം തന്നെ, കുടുംബം ഉയരാത്തതിന്റെ, തലമുറ ഉയരാത്തതിന്റെ കാരണം എന്താ? കുടുംബത്തിനകത്ത് മൗനമായി ഇരിക്കാൻ കഴിയാതെ, ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയാതെ, സ്വാമി വെട്ടൊന്ന് മുറിരണ്ട് എന്ന് പറഞ്ഞതുപോലെ പലരും എടുത്തു ചാടുന്നതുകൊണ്ടാണ് പല കുടുംബങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈസലോ. അല്ലേലൂയ. പെണ്ണിനെ കാണുവാനായി ചെക്കന്റെ വീട്ടിൽ നിന്നും വരുന്നുവെന്ന് കരുതുക. ഒരു പെണ്ണ് കാണാൻ വരിക, ചെറുക്കന്റെ വീട്ടിൽ നിന്ന് വരിക. ചെറുക്കനും പെണ്ണിനും ഇഷ്ടപ്പെട്ടു, ചെറുക്കനെ പെണ്ണിന് ഇഷ്ടപ്പെട്ടു പോയി എന്ന് ചോദിക്കുമ്പോൾ അവൾ മൗനമായി പുഞ്ചിരിക്കുന്നു. ഉടനെ എന്താണ് പറയുന്നത്? ഉടനെ എന്താണ് പറയുന്നത്? മൗനം സമ്മതത്തിനടയാളം എന്ന ഈ വിവാഹത്തിലൂടെ ഇവർ തമ്മിൽ യോജിപ്പിക്കാൻ മൗനസമ്മതത്തോടെ ഈ വിവാഹം നടത്തി കൊടുക്കുന്നത് വിവാഹ സമയത്ത് സൂക്ഷിക്കുന്ന ആൾ പറഞ്ഞില്ലേ, നിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന സഹോദരനെ നിനക്ക് ഇഷ്ടമാണോ? നിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന സഹോദരി നിനക്ക് ഇഷ്ടമാണോ എന്ന ശുശ്രൂഷം ചെയ്യാൻ മൗനമായ ഭാഷയിൽ അവരെ വലിയ അവിടെ വാക്ക് പെരുകുന്നൊന്നുമില്ല. അതൊരു സമ്മതമാണ്. അല്ലേലൂയ. ഈ വിവാഹത്തിലൂടെ ഇവർ തമ്മിൽ യോജിക്കാതിരിക്കാൻ ന്യായമായി എന്തെങ്കിലും തടസ്സങ്ങൾ ഇന്ത്യൻ ശിക്ഷാനിയമപ്രകാരം ഉണ്ടോ എന്ന ശുശ്രൂഷ ചോദിക്കരുത്. ഇവരെ തമ്മിലുള്ള വിവാഹം നടക്കാതിരിക്കാൻ, ഈ വിവാഹം ഇവരെ യോജിപ്പിക്കാതിരിക്കാൻ ഇന്ത്യൻ ശിക്ഷാനിയമപ്രകാരം എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പറയാം എന്ന് പറയുമ്പോൾ സദസ്സംഗം മൗനമായി മാറും. അല്ലേലൂയ. അപ്പം മൗന സമ്മതം സ്വീകരിച്ചുകൊണ്ട് ആ ശുശ്രൂഷനെ വിവാഹം നടത്തി കൊടുക്കും. അതൊരു ഭാഷയാണ്. അല്ലേലൂയ. അല്ലേ? നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, മൗനമായിരുന്ന തടസ്സമില്ല എന്നാകുന്നതിന്റെ അർത്ഥം അങ്ങനെ അവരെ ഭാര്യ ഭർത്താക്കന്മാരായി യോജിപ്പിക്കുക. ആ സദസ്സ് മൗനമായിരിക്കുമ്പോൾ അവരെ ഭാര്യ ഭർത്താക്കന്മാരായി യോജിപ്പിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ആപത്തിലും രോഗത്തിലും കഷ്ടതയിലും ഉയർച്ചയിലും അലിയ എല്ലാ മേഖലയിലും മരണം വരെ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചുമൊക്കെ വയസ്സമ്മത ഉടമ്പടി പറഞ്ഞു കൊടുക്കാൻ നമ്മൾ കേട്ടിട്ടില്ലേ? മിണ്ടാതിരിക്കാനൊരു കാലം, സംസാരിക്കാനൊരു കാലം. എന്നിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ പാമ്പൂടിക്കെട്ടിരിക്കുക തുന്നിയിരിക്കുക എന്നല്ല ഈ പറയുന്നത്. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ദൈവകൃപയിൽ നിങ്ങൾ സംസാരിക്കണം.
ആവശ്യമുള്ള കാര്യങ്ങൾക്ക് സംസാരിക്കണം. അത് ദൈവകൃപ വിട്ടു പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള അവയവമാണ് നമ്മുടെ നാവ്. ശരീരത്തിലെ ഏറ്റവും അവയവമുള്ളതും മനുഷ്യർക്ക് പുറത്തു കാണാൻ കഴിയാത്തതും എപ്പോഴും അടക്കി ഭദ്രമായി സൂക്ഷിക്കുന്നതും ആയതാണ് നാവ്. വളരെ മനോഹരമായത്. ആ നാവാണ് വളരെ ശത്രുത ഉണ്ടാക്കുന്നത്. ചെറിയ തീ വലിയ കാട് കത്തിക്കുന്ന പറഞ്ഞ പോലെ നമ്മുടെ നാവാണ് വലിയ വിഷയം ഉണ്ടാക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 3 വായിച്ചാൽ കാണാൻ കഴിയും. അല്ലേ? അപ്പൊ നമ്മുടെ നാവിന്റെ ശാന്തത, അല്ലേ, നാവിന്റെ ശാന്തത, വാക്കുപിരികിയാൽ ലംഘനയില്ലാതെ നാവിന്റെ ശാന്തത അത് നമ്മൾ മരണത്തിന് വിനിയോഗിക്കും. ജീവനും മരണവും നാവിന്റെ തുമ്പിലിരിക്കുന്നു എന്നാണല്ലോ വചനം, അല്ലേ? അത് നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കണം കേട്ടോ. നിന്നെ അനുഗ്രഹിപ്പാൻ, നിന്നെ വിടിവിപ്പാൻ, നിന്നെ ശക്തീകരിപ്പാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, നിനക്ക് ഉയർച്ച തരാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നിന്റെ വാക്കുകൾ മുഖാന്തരം നിന്റെ നന്മകൾ തടയപ്പെട്ടു പോകരുത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, നിന്റെ ഏകജാതനായിരിക്കുന്ന മകനെ നീ മോറിയാമലയിൽ കൊണ്ടു എനിക്ക് വേണ്ടി യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ വാക്കു പെരുകി ഒരു ലംഘനം ഉണ്ടാക്കാതെ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ച് മൗനമായി ഏറ്റെടുത്തുകൊണ്ട് അബ്രഹാം തന്റെ ഏകജാതനായ മകനെയും ബാലിക്കാരെയും കൂട്ടി വിറകുമെടുത്ത് കത്തിയുമെടുത്ത് തീയുമെടുത്ത് കഴുതയ്ക്ക് കോപ്പിട്ട് മോറിയാമലയ്ക്ക് 3 നാൾ കഴിഞ്ഞ് അടിവാരത്ത് വെച്ച് മലതാഴി മോറിയാമല കണ്ടു. ബാലിക്കാരോട്, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാനും മകൻ ഇവിടെ പോയി യാഗം കഴിച്ചു മടങ്ങി വരാം. ആ മൗനത, ആ മോറിയാമലയിൽ നിന്ന് യാഗപീഠം ഒരുക്കി യാഗപീഠത്തിന് തന്റെ ഏകജാതനായ മകനെ കിടത്തി തന്റെ കൈകൾ കൊണ്ട് കത്തിയെടുത്ത് വെട്ടുവാൻ ഒരുങ്ങുമ്പോഴും അബ്രഹാമിന്റെ ഭാഷ മൗനമായിരുന്നു. അബ്രഹാം മൗനമായി. ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ചു. അബ്രഹാം കത്തിയെടുത്ത് മകനെ വിട്ടുവനുങ്ങുമ്പോൾ സ്വർഗം സംസാരിച്ചു, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. അബ്രഹാം മുന്നോട്ട് തിരിഞ്ഞു നോക്കി മുമ്പ് കട്ടിക്കുടിയും കിടക്കുന്ന ആട്ടിൻകുട്ടിയെ കണ്ട് അതിനെ എടുത്തുകൊണ്ടത് യാഗം കഴിച്ച് അബ്രഹാമും മകനോട് മടങ്ങി. മൗനം എന്ത് ചെയ്തു? അബ്രഹാമിനെ അനുഗ്രഹത്തിലുള്ളത്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 22:17 വായിക്കുമ്പോൾ കാണുന്നത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടി കാണിക്കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു എന്ന് അബ്രഹാമിനോട് ദൈവം ഉൽപ്പത്തി പുസ്തകം 22:17 കാണുന്നുണ്ട്. 22 വായിക്കുക. അതേ, മൗനം ഒരു ഭാഷയാണ്, മൗനം ഒരു അനുഗ്രഹമാണ്. മൗനം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കാൻ കഴിയും. മൗനം ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ്. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് സംസാരിക്കുക. ദൈവം പറയുന്ന വാക്കുകൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഈ പരസ്യവും പൊതു മീറ്റിങ്ങും ഒക്കെ പോകുമല്ലോ. എല്ലാവരും ഞാൻ ഈ പരസ്യമൊക്കെ ടൗണിലൊക്കെ പോയിരുന്ന ഗ്രാമങ്ങൾ തോറും ഓരോ തിരുക്കുഴും കോടതിയിലൊക്കെ പോയി ഇരുന്ന് ഉച്ചഭാഷയുടെ ദൈവത്തിനും വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരുണ്ടല്ലോ. ദൈവം അയച്ചിട്ട് അവർ വരുന്നത് നിങ്ങളെ വചനം കേൾപ്പിക്കാൻ. നിങ്ങൾ പാർക്കുന്ന പ്രദേശത്ത്, ഗ്രാമത്തിൽ, നിങ്ങളുടെ കോളനിയിൽ, നിങ്ങൾ താമസിക്കുന്ന പട്ടണത്തിൽ, നിങ്ങൾ താമസിക്കുന്ന തെരുക്കോണുകളിൽ ദൈവം അയച്ചിട്ട് ദൈവത്തിന്റെ ദാസിദാസന്മാർ വന്ന ഉച്ചഭാഷയുടെ സത്യവേദ പുസ്തകത്തിലെ നിത്യജീവന്റെ വചനത്തെ, നിത്യരക്ഷയുടെ വചനത്തെ, നിങ്ങളുടെ മാനസാന്തര വചനത്തെ, പാപത്തിന്റെ വഴിയെക്കുറിച്ച് ഓർപ്പിച്ച് നിനക്ക് നിത്യജീവൻ നൽകാൻ വേണ്ടി, നീ മാനസാന്തരപ്പെടാൻ വേണ്ടി ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ചിലരിക്കോട്ട് വരും, കൈയൊക്കെ കൊണ്ട് തുറത്ത് കയറി, തലയൊക്കെ കൊണ്ട് ഉയർത്തി, മൂക്കൊക്കെ കൊണ്ട് ഉയർത്ത്, കണ്ണൊക്കെ ഇങ്ങോട്ട് ഉരുട്ടി, പല്ലൊക്കെ കടിച്ച് വിറച്ച് ഇങ്ങോട്ട് വരും. ഇവിടെ പാടില്ല, എടുത്തുകൊണ്ട് പൊക്കോ, ഞങ്ങൾക്കുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര, നീ എവിടെയെല്ലാം ദൈവദാസിദാസന്മാർക്ക് നിന്റെ വാക്ക് പെരുകി ലംഘനം ഉണ്ടാക്കി അവരെ നീ ഓടിച്ചിട്ടുണ്ടോ, അവിടെ ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെട്ടിട്ടുണ്ട്. നിന്റെ കുടുംബത്തിനും വെളിപ്പെടും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാനൊരു ഫേസ്ബുക്ക് വാർത്ത ഇട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് ആകപ്പാടെ ഒരുപാട് നീളമേ ഉള്ളൂ. അതിനൊരു പെൺകുട്ടിയും കൂടെ ഭയങ്കര പുള്ളി കൊച്ചിറക്കം പാസ, പെൺകുട്ടി പാസ ഭാര്യ. പിന്നെ ആ കൊറ്റി പറഞ്ഞ അന്യഭാഷയും കേട്ടില്ലേ, കറ പിന്നെന്താ പറ എന്തൊക്കെയോ. ഞാനൊരു മെസ്സേജ് ഒരു ഇതിട്ടു, ദൈവത്തിന്റെ പരിശുദ്ധാനെ ദുഃഖിപ്പിക്കരുത്. കാശുണ്ടാക്കാൻ വേണ്ടി, പണം ഉണ്ടാക്കാൻ വേണ്ടി, കോമഡി കാണിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അന്യഭാഷയും കളിയാക്കി, നിന്ദിക്കുകയും അപമാനിക്കുകയും ദൂഷിക്കുകയും ദൈവത്തിന്റെ ദാസന്മാരും വിശ്വാസം അപമാനിക്കുകയും ചെയ്യുന്ന സഹോദരങ്ങളെ, പണം ഉണ്ടാക്കുന്ന ഈ റിയാലിറ്റി ഷോക്കാരോടും കോമഡിക്കാരും മിമിക്രക്കാരോടും പറയട്ടെ, നിങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ ചെയ്തവർ ഈ ഭൂമിയിൽ നിന്ന് പോയത് നിങ്ങൾ തിരിച്ചറിയണം. എങ്ങനെയാണ് ഇന്ന് ചിലരൊക്കെ ജീവിച്ചിരിക്കുന്ന അവസ്ഥ നീ തിരിച്ചറിയണം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്രായത്തിൽ തന്നെ ദൈവശാപം മേടിച്ചു കൊടുക്കരുത്. ഹല്ലേലൂയ.
ദൈവത്തിന്റെ പരിശുദ്ധനാമനെ ദുഃഖിപ്പിക്കരുത്. എഫെസ്യർ 4:30. മിണ്ടാതിരിപ്പാൻ. പണം ഉണ്ടാക്കാൻ വേറെന്തെങ്കിലും ചെയ്യുന്നത്, വേറെന്തെങ്കിലും പഠിപ്പിക്കുക. അപ്പം ഞങ്ങൾക്ക് സംസാരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ നിത്യതയിൽ കാണണം എന്ന് ഞങ്ങളുടെ ആഗ്രഹമാണ്. നിലവിലെ ജനം മുഴുവൻ പാപം ചെയ്ത് പാപം പെരുകിക്കഴിഞ്ഞപ്പോൾ ആമേൻ ആ പാപം ദൈവത്തിലെത്തിയപ്പോൾ ദൈവം എന്ത് ചെയ്തു? യോനയോട് പറഞ്ഞു, നീ നിലവിലേക്ക് ചെന്ന് ദൈവവചനം പ്രസംഗിക്കുക. അല്ലെങ്കിൽ യോനയൊന്ന് ഉദാസീനത കാണിച്ചെങ്കിലും ആ ഉദാസന മുഖം ദൈവത്തിന്റെ ന്യായവിധിയിലൊക്കെ അകപ്പെട്ടു. പിന്നെ യോന നിലവിൽ ചെന്ന് ദൈവവചനം പ്രസംഗിച്ച നാളിൽ നിലവിലെ 1,25,000 ജനം മാനസാന്തരപ്പെട്ടു. ഹല്ലേലൂയ. അതെ, നിന്റെ നാശം ദൈവം കാണുമ്പോൾ, നിന്റെ ദേശത്തിന്റെ നാശം കാണുമ്പോൾ, നിന്റെ ദേശത്തിന്റെ അകൃത്യം കാണുമ്പോൾ, ഹല്ലേലൂയ, ദൈവം തന്റെ ദാസ്യദാസന്മാരെ അയച്ച് സുവിശേഷം അത് നീ ഏറ്റെടുക്കാതെ വരുമ്പോൾ പിന്നെ പ്രളയമാകും, ഉൾപ്പൊട്ടലാകും, മലയിടിച്ചിലാകും, ഭൂകമ്പങ്ങളാകും, സുനാമികളാകും, കൊടുങ്കാറ്റാകും, പേമാരിയാകും, അങ്ങനൊക്കെ വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പം മിണ്ടാതിരിപ്പാനൊരു സമയം. ഹല്ലേലൂയ. ഇവിടെ നമ്മളൊരു സ്തോത്രം, അധ്യാപകൻ ആശ്രയിക്കുന്ന വിദ്യാർത്ഥിയുടെ അനേക ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതുപോലെ ജോലിക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂ നടത്തുമ്പോഴും അനേക ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ സമയത്ത് മൗനമായിരുന്നാൽ എന്താണ് അർത്ഥം? ഇവന് യാതൊന്നും അറിയില്ല എന്നാണ്. ഇത് അവന്റെ അറിയില്ലായ്മയെ കുറിക്കുന്നു. അപ്പം ചിലയിടത്ത് വീണ്ടും ചെയ്യുന്നു. ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ ചോദ്യം മറുപടി പറയണം. സ്കൂളിലിരിക്കുമ്പോൾ അധ്യാപകനോട് ചോദ്യം കുഞ്ഞുങ്ങൾ ഉത്തരം പറയണം. ഹല്ലേലൂയ. ചില ആശുപത്രിയിലേക്ക് പോയ നിശബ്ദത പാലിക്കുക എന്ന ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ദൈവസ്ഥലേക്ക് വരുമ്പോൾ കർത്താവിനെ നല്ലവണ്ണം ആരാധിച്ചതിന് ശേഷം ചില നിമിഷങ്ങൾ മൗനമായിരുന്നിട്ട് ആരാധിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചു കഴിയുമ്പോൾ ദൈവവചനം പ്രസംഗിപ്പാൻ സഭയിൽ ശുശ്രൂഷകൻ എഴുന്നേൽക്കും, പാസ്റ്റർ എഴുന്നേൽക്കുമ്പോൾ, പുരോഹിതൻ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ പ്രസംഗങ്ങൾക്കും നിങ്ങൾ മൗനമായിരുന്ന വചനം കേൾക്കണം. ഹല്ലേലൂയ. മൗനമായിട്ടിരുന്ന വചനം കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതുകൾ നിങ്ങൾ ഏറ്റെടുത്ത് കർത്താവിന്റെ മൃദുസ്വരം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വരണം. ഇന്നത്തെ കാലത്ത് ചില സഭയിലേക്ക് വചനം കൊണ്ട് സൂക്ഷിക്കാൻ തുടങ്ങിയ ഈ സഹോദരിമാരങ്ങോട്ട് അന്യഭാഷ തുടങ്ങും. പാസ്റ്ററെ പ്രസംഗിപ്പിക്കുന്നില്ല. പിന്നെ സഹോദരിമാരുടെ അന്യഭാഷ. അതിനിടയ്ക്ക് വേറെ സൗകര്യം പറഞ്ഞാൽ എന്റെ ഏറ്റവും ശബ്ദം മുമ്പിൽ നിൽക്കണം. അങ്ങനെ സഭയ്ക്കകത്ത് ശുശ്രൂഷപ്പെടും. മൗനമായിരിക്കാൻ ചില സൗകര്യമാർക്കും അറിയത്തില്ല. ആരാധിക്കേണ്ടതൊന്നുമല്ല, പക്ഷെ നിങ്ങൾ ദൈവവചനം പ്രസംഗിക്കുന്ന തടസ്സമാക്കരുത്. ഒരു സഭയിൽ ശുശ്രൂഷകൻ വന്ന് ദൈവവചനം പ്രസംഗിക്കുന്ന ഈ തടസ്സമായി മാറരുത് സഹോദര സൗരി. ആ ദൈവവചനം മറ്റുള്ളവർ പങ്കുവെക്കുമ്പോൾ മറ്റുള്ളവർ കേൾക്കാനുള്ള അവസരം കൊടുക്കണം. ഹല്ലേലൂയ. ദൈവം നിന്നോട് മൃദുവായി സംസാരിക്കുമ്പോൾ അത് ഏറ്റെടുക്കാൻ വേണ്ടി നിന്നോട് പറയാനുള്ള ദൂത് ദൈവാത്മാവ് പറയാമെന്ന് ഏറ്റെടുക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നിങ്ങളുടെ ആത്മാവിനെയും പ്രാണനെയും ശരീരത്തെയും ആനന്ദിപ്പിക്കും. നിങ്ങൾ മൗനമായി വചനം കേൾക്കുമ്പോൾ. അതുകൊണ്ടാണ് 46 സംഗീതം വായിക്കും കാണുന്നത്, മിണ്ടാതിരിക്കാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഹല്ലേലൂയ. 46 സംഗീതം അതിന്റെ 10ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ കാണുന്നുണ്ട്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഹല്ലേലൂയ. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ, ഞാൻ ജാതിയുടെ ഉന്നതനാകും. ഹല്ലേലൂയ. എന്നാൽ ദൈവം സർവശക്തനാകിയാൽ അവനെതിരായി പ്രവർത്തിക്കുന്നവരെ നശിപ്പാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. അവനെതിരെ സംസാരിക്കുന്നവരെ അവൻ നശിപ്പിക്കും, അല്ലെങ്കിൽ അവൻ ന്യായവിധി അയക്കും. സുവിശേഷ ഘോഷണത്താൽ ദൈവനാമം സകല ജാതികളുടെയിൽ ഉയർത്തപ്പെടണം. മിണ്ടാതിരുന്ന ദൈവം എന്നറിഞ്ഞുകൾ. അതുകൊണ്ട് സഭാപ്രസംഗം മിണ്ടാതിരിപ്പാൻ കാലം, സംസാരിപ്പാൻ കാലം. നിന്റെ വാക്കുകൾ നീ ക്രമീകരിച്ചാൽ, ദൈവത്തിന് ഇഷ്ടമായിട്ട് കൊടുത്താൽ, ദൈവത്തിന് കീഴടങ്ങിയിരുന്നാൽ, അതുപോലെ നീ എല്ലാം കീഴടങ്ങി മിണ്ടാതിരിക്കുവാനും സംസാരിപ്പാനുള്ള അവസരങ്ങളെ മനസ്സിലാക്കി പരിജ്ഞാതോട് ചെയ്യുന്നെങ്കിൽ ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. കണ്ണുകളുടെ ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ഭാരത രാജ്യം 800 കോടി ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. തലമുറകൾക്കായി ശൈശവത്തെയും ബാല്യത്തെ കൗമാരി യുവരത്തിൽ വാർത്തനിരാശനയാച്ച് റോഫിന്റെ ചോട്ട തടവറയിലായിരിക്കുന്ന എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും സൂര്യന്മാരെയും വലിയ എല്ലാ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഏൽപ്പിക്കുന്ന കർത്താവ്, മത സാമൂഹിക സംസ്കാരത്തെ മാധ്യമ മീഡിയ സയന്റിസ്റ്റ് അവരടക്കം എല്ലാ രാഷ്ട്രീയക്കാരെയും കർത്താവ് ഞങ്ങൾ ദൈവങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ, മിണ്ടാതിരിപ്പാൻ്റെ കാര്യം, സംസാരിപ്പാൻ്റെ കാര്യം, കേൾക്കുന്ന വാക്കുകൾക്ക് കർത്താവെ അത് പ്രാർത്ഥനയുടെ ഉത്തരം പറയുവാൻ, കേൾപ്പാൻ വേഗതയും പറവാൻ താമസമുള്ളവനായിരിക്കട്ടെ യാക്കോബ് പറഞ്ഞ പോലെ ഈ ജനത്തിന് പരിജ്ഞാനം കൊടുക്കണമേ. പലപ്പോഴും വാക്കുവിരികിൽ എങ്ങനെ ഉണ്ടായി മനുഷ്യന്റെ അനുഗ്രഹത്തെ തന്നെ തടസ്സപ്പെടുത്തി അവൻ നിത്യനായതിലേക്ക് കടന്നു പോകുമ്പോൾ
ഇനിയെങ്കിലും കർത്താവിന്റെ മാനസാന്തരം തുടങ്ങി വന്ന് എല്ലാം ദൈവകൃപയോടുകൂടി ആമേൻ ദൈവ സാന്നിധ്യം അനുഭവിച്ച് മനുഷ്യരോടും ലോകത്തെ സംസാരത്തെക്കുറിച്ച് ദൈവത്തോട് ചേർന്നിരുന്ന് സംസാരിക്കുന്ന ഒരു അനുഭവത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല ദൈവമക്കളെ അനുഗ്രഹിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.